ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ വീണ്ടും രാജസ്ഥാൻ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുക. ആക്ച്വലി ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ ചില സില്ലി മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ മത്സരം തോക്കാൻ കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമായിരുന്നു അവിടെ ടോസ് കിട്ടിയത്. പക്ഷേ ടോസ് കിട്ടിയിട്ടും എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ഒരു ട്രാക്കിൽ സഞ്ജു സാംസൺ അവിടെ ബാറ്റിങ്ങിലേക്ക് പോയത്. ബാറ്റിങ്ങിന് പോയ ആ ഒരു രാജസ്ഥാൻ റോയൽസിൽ നിന്നും എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ആയിരുന്നില്ല 20 ഓവർ ഫിനിഷ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു സൈഡിൽ ബട്ട്ലർ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, റൺസ് കണ്ടെത്താൻ നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പവർ പ്ലേയിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ റൺസ്, അതായത് മാക്സിമം ആ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് നേടാവുന്ന അത്രയും റൺസ് നേടുക എന്നുള്ളതാണ് ഒരു ബാറ്റിംഗ് ടീമിനെ സംബന്ധിച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ അവിടെ രാജസ്ഥാൻ ആ ഒരു പവർ പ്ലേയിൽ കാര്യമായിട്ടുള്ള റൺസ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനൊപ്പം വിക്കറ്റ് ലൂസും കൂടെ ആയപ്പോൾ പറയേണ്ടി വന്നില്ല. പിന്നീട് എടുത്ത് പറയേണ്ടതാണ് സഞ്ജു സാംസണും ഈ ഒരു ട്രാക്കിൽ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ആങ്കറിംഗ് ഇന്നിങ്സുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ടൈപ്പ് ഓഫ് ഗ്രൗണ്ടാണ് ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ വിക്കറ്റ് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നിരുന്നാലും അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വിക്കറ്റുകൾ വീഴുകയും രാജസ്ഥാൻ്റെ സ്കോർ ബോർഡ് അനങ്ങാതെ വരികയും ചെയ്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ റിയാൻ പരാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയാൻ പരാഗിനെ 2 പ്രാവശ്യം ഡ്രോപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം അത്രയും വലിയൊരു സ്കോറിലേക്ക് പോകാൻ കാരണക്കാരനായത്. 15 റൺസിൽ നിൽക്കുമ്പോഴും 34 റൺസിൽ നിൽക്കുമ്പോഴും 2 ക്യാച്ചുകൾ അവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ചാൻസുകൾ അവിടെ വർക്കൗട്ട് ആക്കാൻ ചെന്നൈക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ധ്രുവ് ജൂറലിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനിഷിംഗ് കൂടെ ആയപ്പോഴാണ് അങ്ങനെ സ്കോർ ബിൽഡ് ചെയ്യാൻ അവിടെ രാജസ്ഥാനെ സംബന്ധിച്ച് സാധിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഇതിലും നാളെ കേട്ടൊരു തോൽവിയിലേക്ക് രാജസ്ഥാൻ പോവേണ്ടി വന്നിരുന്നേനെ. സഞ്ജു സാംസൺ ആക്ച്വലി നന്നായിട്ട് തന്നെ ടൈമിംഗ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ ബട്ട്ലറും ആ രീതിക്ക് തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. ജയ്സ്വാളിനും കാര്യമായിട്ടുള്ള റൺസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഹിറ്റിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആൾ. ഇവിടെ ബാക്കി ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിൽ രാജസ്ഥാൻ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ റൺസ് പവർ പ്ലേയിൽ അവർ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രാജസ്ഥാൻ്റെ ബോളിംഗ് സൈഡിലേക്ക് വന്നപ്പോൾ അത് നല്ല തിരിച്ചടിയായി. ചെറിയ ഇന്നിങ്സുകളായിരുന്നെങ്കിലും രജിൻ രവീന്ദ്ര, ഡെരൽ മിച്ചൽ, അതോടൊപ്പം തന്നെ ശിവം ദൂബെ ഇവരുടെ ഇന്നിങ്സുകൾ ശരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് നല്ല ഗുണം ചെയ്തു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് സൈലൻ്റ് ആയ ഒരു സൈഡിൽ നിന്നെങ്കിലും സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇന്നത്തെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഇന്നിങ്സ് എന്ന്. ക്യാപ്റ്റൻ ലീഡിംഗ് ഫ്രം ഫ്രണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് സൈഡിലെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഒരു ട്രാക്കിൽ അവർ വലിയൊരു ബോളിംഗ് അറ്റാക്ക് ഒന്നും അല്ലാഞ്ഞിട്ട് കൂടി, അതായത് അവരുടെ പ്രധാനപ്പെട്ട ബോളേഴ്സ് ഇല്ലാഞ്ഞിട്ട് കൂടി മികച്ച രീതിയിൽ അവർക്ക് പിടിച്ചു നിർത്താൻ ഈ ഒരു ബോളിംഗ് അറ്റാക്ക് വെച്ച് സാധിച്ചു എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ചെന്നൈയുടെ ബാറ്റിംഗ് സൈഡിലേക്ക് വരാം. ഞാനിവിടെ പറഞ്ഞു ഇവരുടെ ഒരു ഇന്നിങ്സുകൾ ഷോർട്ട് ടൈമേ ഉണ്ടായിരുന്നെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ പവർ പ്ലേയിൽ മാക്സിമം റൺസ് കണ്ടെത്തിയത് രാജസ്ഥാൻ റോയൽസിന് ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചെന്നൈക്ക് ഫ്രീ ഫ്ലോ ആയിട്ട് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരു മൊമെന്റിലും അവരൊരു പ്രഷർ അനുഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിക്കറ്റുകൾ പോകുമ്പോഴും അവർക്ക് ആവശ്യമുള്ള സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അധിക പ്രഷറുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഏറെ ചർച്ചാ വിഷയമായിട്ടൊരു കാര്യമാണ് ജഡേജയുടെ വിക്കറ്റ്. ആക്ച്വലി അതൊരു ഔട്ട് തന്നെയാണ്. വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് ജഡേജ സഞ്ജു ആർ ത്രോ എറിയാൻ സമയത്ത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടാണ് ആ ഒരു പിച്ച് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ അത് ഔട്ട് വിധിക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അത് കറക്റ്റ് ഔട്ട് തന്നെയാണ്. കറക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എന്തായാലും പ്ലേ ഓഫ് സാധ്യത ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഉറപ്പിച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വലിയൊരു വെല്ലുവിളിയായത് അവരുടെ പോയിന്റ് ടേബിളിലെ പൊസിഷനാണ്. ആദ്യത്തെ 2 പൊസിഷനിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ചാൻസ് അവിടെ കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു എലിമിനേറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു എക്സ്ട്രാ ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഭയങ്കരധികം കൂടുതലാണ്. സോ ഇന്നത്തെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജയത്തോടു കൂടി തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ മോഹിച്ചിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ സാധ്യതകൾ അവിടെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും കൊൽക്കത്ത സേഫ് ആയിട്ട് തന്നെ 1ാം പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുകയാണ്. വലിയൊരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, രാജസ്ഥാൻ റോയൽസിന് വേണമെങ്കിൽ നാൻഡ്രേ ബർഗറിന് പകരം അവിടെ ഈസി ആയിട്ട് കേശവ് മഹാരാജനെ യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതും അവർക്ക് നെഗറ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഞാൻ വേറെന്തോ ഒരു കാര്യം പറയാൻ വന്നു, പക്ഷേ വിട്ടുപോയി. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സന്ദീപ്. പവർ പ്ലേയിൽ സന്ദീപിനെ യൂസ് ചെയ്തതിൽ രാജസ്ഥാൻ വിചാരിച്ചാലും കൂടുതൽ റൺസ് അവിടെ കൺസീഡ് ചെയ്തു. സാധാരണ സന്ദീപ് ഇങ്ങനെയുള്ള ട്രാക്കിൽ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നൊരു താരമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ പണി കൊടുത്തു അവർക്ക്. എന്തായാലും തോൽവികളിൽ നിന്നും പാഠം പഠിച്ച് രാജസ്ഥാൻ ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ട്. സേഫാണ്, പക്ഷേ എന്നിരുന്നാലും അവരുടെ പൊസിഷൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തോൽവികൾ വലിയൊരു തിരിച്ചടി ആകാതിരിക്കട്ടെ. ചെന്നൈ സൂപ്പർ കിങ്സ് എന്തായാലും സേഫായിട്ടൊരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ആസ് എ ചെന്നൈ ഫാൻ ഞാൻ ഹാപ്പിയാണ്. സോ ഇതുപോലെ സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.